start. Hello friends, today I made a craft work and I'm gonna show you it. Come with me. അപ്പം 3 ക്രാഫ്റ്റും പൊന്നു ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ? One ida, two ida, three flowers. അപ്പോൾ ഇത് എത്ര രൂപയ്ക്ക് സെല്ല് ചെയ്യണം നമുക്ക്? Hello. ഇച്ചിരി കട്ടിയുള്ള പേപ്പർ. Just fold ചെയ്യാം. ഒരു റെക്ടാങ്കിൾ പേപ്പർ എടുത്ത് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു. ഇനി ഒന്നോടെ അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് അത് കറക്റ്റായിട്ട് ഈക്വലായിട്ട് വീണ്ടും ഫോൾഡ് ചെയ്ത് അഗെയിൻ കറക്റ്റായിട്ട് അതുപോലെ തന്നെ അങ്ങനെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യും. ജസ്റ്റ് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഒന്നോടെ ഫോൾഡ് ചെയ്യണം നമുക്ക്. വീണ്ടും ഫോൾഡ് ചെയ്യണം അതുപോലെ തന്നെ. അത് slip ആയി പോയി guys. അങ്ങനെ പോയി ഗൈസ്. അയ്യോ. കറക്റ്റായിട്ട് നടുക്കുന്ന മടക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തേ. കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് അവിടെ അതിനത് നിവർത്തിക്കുകയെന്ന് നോക്കട്ടെ അമ്മ. ഫുള്ള് നിവർത്തി എടുക്കുക. ഓക്കെ അത് ഫുള്ള് നിവർത്തല്ലേ. ഇനി ആ മടക്കില്ല. ആ മടക്കനുസരിച്ച് നമുക്ക് വീണ്ടും അത് ഇതാക്കണം. നമ്മളിത് പ്രസ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടെ മടക്കുവാണ്. അത് കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തേ. ഇങ്ങോട്ട് തിരിച്ചു വെച്ച് പ്രസ് ചെയ്ത് നടുക്ക് മടക്കിക്കുക. നടുക്കുന്ന മടക്കിയത് സൈഡിൽ നടക്കുന്ന നടുക്കുന്ന വട്ടം മടക്കിയത് വട്ടത്തിൽ മടക്കുക. നമ്മളിതുവരെ മടക്കും പോലെ മിഡിൽ എന്താ ഇങ്ങനെ കറക്റ്റായിട്ട് ലെങ്ത് കറക്റ്റാക്കി വയ്ക്കുക. അങ്ങനല്ല കറക്റ്റ് ലെങ്ത് ആക്കി വയ്ക്കുക. മിഡിൽ അങ്ങനെ എന്നിട്ട് നടുക്ക് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യും. കാണിച്ച് നോക്കട്ടെ കറക്റ്റാണ് നോക്കട്ടെ അമ്മ. ഓക്കെ ഇപ്പം ഇതിൻ്റെ ലെങ്ത്ത് ഓക്കെ ഇനി നിവർത്തിക്ക്. ഇനി ഈ ഭാഗം ഉണ്ടല്ലോ ഇത് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ ആക്കണം. ഇനി നിവർത്തിക്ക്. അത് പതുക്കെ ഇങ്ങനെ കൊച്ചിട്ട് പിടിച്ചിട്ട് രണ്ടും കൂടി കൂട്ടി പിടിക്കുക. എന്നിട്ട് നിവർത്തുക. ഒരു സൈഡിൽ അടുപ്പിച്ച് വെച്ചത് ഇത് രണ്ടും അടുപ്പിച്ച് വെച്ച് ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് രണ്ട് നിവർത്ത്. അങ്ങനെ പിടിച്ചു വെച്ച് നിവർത്തിക്ക് വെച്ച് ഓക്കെ ബ്യൂട്ടിഫുൾ. അപ്പൊ ഇതുപോലത്തെ ഒരു പീസ് കൂടെ നോക്കണം. ഇത് ഇതുപോലെ ഇങ്ങനെ വിസിൽ പോലെ ഉണ്ടല്ലേ. ഇതിന്റെ വലുത് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ കണ്ടിട്ടില്ലേ ഓക്കെ ഡൺ. അപ്പൊ നമ്മൾ സ്റ്റിക്ക് ചെയ്യണ രണ്ട് എൻഡും അവിടെ ഗ്ലൂ ചെയ്യണം. ഓക്കെ മതി സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് രണ്ടും കൂടെ ഇച്ചിരി കൂടുതൽ ഒഴിക്കും. മീനു കട്ടിയല്ലേ പേപ്പർ ആണോ? ഓക്കെ അപ്പൊ ഇത് വീണ്ടും രണ്ട് സൈഡും അത് പിടിച്ചോ. ഓക്കെ അതവിടെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി സ്റ്റെപ്പ് ഉണ്ടാക്കാം. വലിക്കല്ലേ വെക്കുമ്പോഴേ ശരിയാകത്തുള്ളൂ. നമുക്കിനി ഇതിന്റെ സ്റ്റെം ഉണ്ടാക്കണം. സ്റ്റെം ഉണ്ടാക്കാണ് സ്ട്രോ ഇട്ടിരിക്കുന്നത്. ആ ഗ്രീൻ പേപ്പർ പതുക്കെ ഇങ്ങനെ നമ്മൾ റോള് ചെയ്യണം. ഇതിനകത്ത് അത് അടുക്കിലോട്ട് വെച്ച് ചെയ്ത് അങ്ങനെ സ്റ്റെം ഉണ്ടാക്കാനായിട്ട് റോള് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. റോള് കറക്റ്റായിട്ട് നന്നായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് റോള് ചെയ്യണം. അത് ഭയങ്കര ലൂസായിപ്പോയി. ടൈറ്റായിട്ട് റോൾ ചെയ്തുകൊണ്ട് ഊരിയിട്ട് ഒന്നുകൂടെ റോൾ ചെയ്തേ. ഹെൽപ്പ് ചെയ്യാം. ഓക്കെ അങ്ങനെയല്ല അതിൻ്റെ അറ്റം അതിൻ്റെ കറക്റ്റ് അറ്റം വെച്ച് അതിൻ്റെ ടിപ്പ് വെച്ചിട്ടോ ടിപ്പിൻ്റെ അവിടെ ടൈറ്റായിട്ട് പിടിക്കാം. ടൈറ്റായിട്ട് റോൾ ചെയ്യാം. അവിടെ അത് ടൈറ്റാക്കിയിട്ട് റോൾ ചെയ്താ കേട്ടോ. ടൈറ്റായിട്ട് അത് പിടിച്ച് ടൈറ്റായിട്ട് റോൾ ചെയ്ത് അവിടെ വെച്ചിട്ട് ഇത് ചെരിച്ചിട്ട് റോൾ ചെയ്യാം ഓണായിട്ട്. ഓക്കെ അങ്ങനെ അത് തന്നെ മുകളിൽ വെച്ച് ഒട്ടിക്കാതെ കറക്റ്റായിട്ട് ടേബിളിൽ വെച്ച് ഒട്ടിച്ചത്. പിങ്ക് കളർ വീണ്ടും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിങ്ക് കളർ ഫ്ലവറിൻ്റെ ടേബിളിൽ വെച്ച് ഒട്ടിച്ചത്. സെക്കൻഡ് ഫ്ലവറിൻ്റെ പെറ്റൽസ് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കി. സോ എനിക്ക് ഈ തിങ്സ് സ്റ്റിക്ക് ചെയ്യണം.
നമുക്ക് ലീഫും കൂടെ ഉണ്ടാക്കണം അല്ലേ? ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. Close to the flower. പക്ഷെ also fruit ഉണ്ടാക്കണം. നോക്കാം കേട്ടോ. ആണോ? എന്നാ അവരുടെ വിടുക്കോ ഇന്ന് എന്നെ മീനു. അപ്പം നമ്മൾ ലീഫും കൂടി വെട്ടിയെടുത്താൽ റെഡിയായി. അരച്ചങ്ങനെ അതേക്കൂടെ അങ്ങനെ ലീഫ് വെട്ടിയാൽ മതി. ഓക്കെ, കൈ മുറിക്കാതെ. കട്ട് ചെയ്ത് നോക്കട്ടെ, അമ്മ നോക്കട്ടെ. ലീഫ് തുറന്ന് കാണിക്ക്. കാണിച്ച് നോക്കട്ടെ ലീഫ്. ഓ, ലീഫ് വണ്ടർഫുൾ ആണല്ലോ, അടിപൊളി ലീഫാണല്ലോ കൊച്ചിൻ്റെ. കറക്റ്റ് ലീഫാണല്ലോ. നൈസ് നൈസ്. ഇനി ലാസ്റ്റ് സ്റ്റേജ് നമ്മുടെ സ്മൈലി വരച്ചിട്ട് ഒട്ടിക്കണം നമുക്ക്. അപ്പോൾ ഇച്ചിരി ബിഗായും ഒരു ബിഗ് വായും ഒരു ബിഗ് മൗത്തും കൊടുത്താൽ മതി. ഇവിടെ വലിയൊരു മൗത്ത് കൊടുത്തേ. വലുതാണോ? എന്നാൽ രണ്ട് സൈഡിലും ഒരു ഇത് ജാക്കറ്റ് പോലെ കൊടുത്തേ വെച്ച്. ഓക്കെ, നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുവാണല്ലേ. ഫൈനൽ സ്റ്റെപ്പിൽ നമ്മളിപ്പോൾ ആ സ്മൈലി എടുത്ത് ആ ഒട്ടിക്ക്. ഇച്ചിരോടെ താഴ്ത്തി വെച്ച്, ഇച്ചിരോടെ താഴ്ത്തി. അതിന് ഒരുപാട് അമത്തണ്ട. ഇത് എത്ര രൂപയ്ക്കാകുമ്പോ പൊന്നു സെല് ചെയ്യാൻ പോകുന്നത്? 6 dirhams. അത് ഇച്ചിരി കൂടുതലല്ലേ? ഇച്ചിരി കുറച്ച് പറയൂ. $4 അല്ല, ദിറംസ് അല്ലേ ഇവിടെ? 4 dirhams. ഓക്കെ. ഇനി അത് മാറ്റി വെക്കുന്നത്, ബാക്കിയുള്ള കൂടെ ചെയ്യാം. മറ്റേതെന്തേ പൊന്നു പിങ്ക് എടുത്ത് കാണിച്ച്. ഓക്കെ, ഇനി ബ്ലൂവും കൂടി നമ്മൾ ചെയ്യും അല്ലേ? ഓക്കെ. അപ്പം 3 ക്രാഫ്റ്റും പൊന്നു ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ? അപ്പൊ ഇത് എത്ര രൂപയ്ക്ക് സെല് ചെയ്യണം നമുക്ക്? ഓക്കെ. അപ്പൊ ഇത് എത്ര രൂപയ്ക്ക് സെല് ചെയ്യണേ? അത് കുളിക്കല്ലേ, ഒട്ടിച്ച് ചെയ്യുന്നതല്ലേ? ഓക്കെ, 4 dirhams. ശരി.